അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ ലോഡൊക്കെ കയറ്റി കെട്ടിമുറുക്കി ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ലോഡൊക്കെ കയറ്റി കെട്ടിമുറുക്കാൻ നമ്മൾ രാത്രിയായി. അപ്പോൾ ഞങ്ങളിപ്പോൾ യാത്ര തുടർന്നിട്ടുണ്ട്. നല്ല കോടമഞ്ഞുണ്ട് വഴിയിലൊക്കെ, കണ്ണ് കാണുന്നില്ല. പക്ഷെ നമുക്ക് പോകല്ലാതെ വേറെ രക്ഷയില്ല, നിൽക്കാൻ പറ്റൂല. ലോഡ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ തന്നെ അതിനം കിട്ടോളും. അപ്പോൾ അങ്ങനെ നമ്മളെ യാത്ര തുടർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ മംഗലാപുരം ബാംഗ്ലൂർ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടത്. നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന ടൗണ് ഹാസനാണ്. നമ്മൾ ഹാസനത്തിൽ നിന്ന് തിരിഞ്ഞ് പോകണം. കോടമഞ്ഞാണ് എല്ലായിടത്തും. ഒരുപാട് ബസ് റൂട്ടുകളുള്ളൊരു ഏരിയയാണിത്. കുട്ടിന് തേങ്ങട്ടന്മാരാണ് ഇതിലെ ബസ് പോണത്. ബാംഗ്ലൂരിലേക്കുള്ള ബസ്സാണ് ഈ പോണതൊക്കെ. ഇത്രത്തോളം ആൾക്കാർ ബാംഗ്ലൂർക്ക് എന്തിനാണ് പോകണമെന്നുള്ളത് നമുക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. അപ്പോൾ നാഗ്പൂരിലേക്കുള്ള ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയെ പകലാക്കി ഞങ്ങളങ്ങനെ മുന്നേറുകയാണ്. BSY കമ്പനിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉറങ്ങിയിട്ടില്ല, രണ്ടാളും ഉറങ്ങിയിട്ടില്ല. രസായി ഇതിക്ക് ഒന്നും കഴിക്കാൻ ഞാൻ എന്റെ ആരാധകർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യാസഭായി ആരാധകർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മെസ്സേജിന് റീപ്ലൈ കൊടുക്കുക. അതെ, ലോറിപ്പണി ഇങ്ങനെയാണ്. രാവുമില്ല പകലുമില്ല. ഒരു ലോഡ് കയറ്റുക, അത് ഒരു അധീനത്തെത്തിക്കണം. അപ്പോഴൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബെല്ലാരി റൂട്ടിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ബെല്ലാരി റൂട്ടിലാണുള്ളത്. നമുക്ക് ഡീസൽ അടിക്കണം. അങ്ങനെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ കർണാടക തീരും. അതിനു മുമ്പ് നമുക്ക് ഡീസൽ അടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെല്ലക്കര പെട്രോൾ പമ്പിലാണ്. ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ ഇനി മഹാരാഷ്ട്ര പോവുക. മഹാരാഷ്ട്ര ഇനി മടക്കത്തിൽ നമ്മൾ ഡീസൽ അടിക്കുള്ളൂ. മഹാരാഷ്ട്ര ഡീസലിന് വില കൂടുതലാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കിയിട്ട് പോകും. MRPL എന്ന പേരുള്ള പുതിയ പമ്പാണ് കേട്ടോ. MRPLൻ്റെ പുതിയ ഒരുപാട് പമ്പുകളുണ്ട് കർണാടകയിലൊക്കെ. കർണാടകൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഡീസലിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മഹാരാഷ്ട്രയ്ക്കൊക്കെ വില കൂടുതലാണ്. ഇനി ആന്ധ്ര വരാണ്. ആന്ധ്രയിലാണ് നല്ല ഏറ്റവും കൂടുതൽ വില ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 90-44 ആയിട്ടുണ്ട് വില. മൈസൂരൊക്കെ 88 റുപ്യാണ് ഉള്ളത്. 88 ചില്ലറ വരും. അങ്ങനെ കർണാടക കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. ആന്ധ്രാപ്രദേശ് കല്യാൺ ദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓടാനുള്ളത് ആന്ധ്രാപ്രദേശിലൂടെയാണ്. ഏകദേശം നമുക്ക് 1000 കിലോമീറ്ററോളം ഓടാണ്ട് നാഗ്പൂർക്ക്. ഒരു ദിവസം ഉള്ളിലിരുന്ന് ഓടണം ആന്ധ്രയിൽ കൂടെ. ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട്. ഫിക്സാക്കാൻ ഇനി കുറേ സാധനം കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കല്യാൺ ദുർഗ കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് കിട്ടാൻ പോകുന്നത് അനന്തപൂരാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അനന്തപൂർ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. നമ്മളെ നാട്ടിലൊക്കെ പെയ്തിരുന്ന ആ മഴ ആന്ധ്രയ്ക്ക് വരുമെന്ന് ആരോ പറഞ്ഞിരുന്നു. എന്താണോ അറിയില്ല. കാലാവസ്ഥക്ക് നല്ല മൂടലുണ്ട്. നമ്മളെ നാട്ടിലുണ്ടായിരുന്ന 2 ദിവസമായിട്ട് ഒരു ഊട്ടിമഴ എന്നൊക്കെ പറയും. ചെറിയ ചാറിക്കൊണ്ട് നിൽക്കുന്ന മഴ. അങ്ങനെ നമ്മൾ അനന്തപൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അനന്തപൂർ ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ ടയർ കല്ല് കുടുങ്ങിയത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് ഭക്ഷണം കഴിക്കണം. രാവിലത്തെ നാസ്ത അടിക്കണം. അപ്പോൾ അതിന് നിർത്തിയതാണ്. നമുക്കൊരൊറ്റ റോഡാണ് ഹൈദരാബാദിക്ക്. ഹൈദരാബാദ് പോയിട്ട് പിന്നെ അവിടുന്ന് നാഗ്പൂർക്ക് തിരിയും.
അപ്പോൾ റിയാസ് മുന്നേക്ക് പോയിട്ടുണ്ട് ഓർഡർ ചെയ്യാൻ, എന്താ ഉള്ളതൊക്കെ നോക്കാൻ. പിന്നെ എന്തെങ്കിലും കഴിക്കട്ടെ. എഗ്ഗ് ദോശ. റിയാസ് കഴിക്കൽ തുടങ്ങിയാണ് കേട്ടോ. എഗ്ഗ് ദോശയാണ് റിയാസ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വെറൈറ്റിയാണ് എഗ്ഗ് ദോശ. അപ്പം അങ്ങനെ ദോശ, മുട്ട പാർത്തതും മുട്ട പാഴാത്തതും എഗ് ദോശയാണ് കേട്ടോ. അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ സുൽത്താൻ്റെ തേരോട്ടം വീണ്ടും ആരംഭിച്ചു. റിയാസ് ഭായി ആണ് പൈലറ്റ് സീറ്റിലുള്ളത്. റിയാസ് ഭായി വെയിൽ വരുന്നുണ്ടോ? തർക്കണൊക്കെ ഇട്ട് ആ അതെ, നമ്മളതിനെ തന്നെ വെച്ചേക്കണത്. സാറായിക്കോട്ടെ. അപ്പോൾ ഇനി ഞങ്ങൾ നാഗ്പൂർ ലക്ഷ്യം വെച്ച് പോവുകയാണ്. നമുക്കിനി ആദ്യം ഇങ്ങോട്ട് ഹൈദരാബാദാണ്. നമുക്ക് ഫുൾ ഹൈവേ ആണ്, അതൊരു സമാധാനമുണ്ട്. NH44 അല്ലേ ഇത്? അതൊന്നും അറിയില്ല. NH44 എന്തായാലും. കറക്റ്റ് പുറത്ത് പോകണ്ടോ? കാറ്റ്. അപ്പോൾ ഇതുവരെ യാത്രയിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്നുള്ള യാത്രയും കുഴപ്പമൊന്നും ഉണ്ടാകാതെക്കട്ടെ. അങ്ങനെ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് ഇപ്പോൾ തെലുങ്കാനയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് തെലുങ്കാന ഇല്ലായിരുന്നു, കുറച്ച് മുമ്പ് ഒക്കെ ആന്ധ്രാപ്രദേശ് തന്നെ ആയിരുന്നു. നേതാക്കന്മാർക്ക് മന്ത്രിമാർക്ക് നോക്കിയിട്ട് എത്താത്തോണ്ടോ തോന്നുന്നു ആന്ധ്ര വിഭജിച്ച് കണ്ട് തെലുങ്കാന ആക്കിയത്. അങ്ങനെ തെലുങ്കാന സ്റ്റേറ്റ് രൂപീകരിച്ചുണ്ടാക്കിയതാണ്. മൊത്തം ആന്ധ്രയായിരുന്നു ആദ്യം. ഹൈദരാബാദ് 134 കിലോമീറ്റർ. അങ്ങനെ നമുക്ക് ഹൈദരാബാദ് ഇനി അടുത്തത് ഹൈവേയിലുള്ള ചെടികൾ നനച്ചു കൊടുക്കുകയാണ്. അതൊക്കെ നോക്കി നടത്താൻ ഹൈവേക്കാർ ഭയങ്കര ഉഷാറാണ്. ആന്ധ്രൻ്റെ ഹൈവേ എന്തായാലും അടിപൊളിയാണ്. എന്ത് ചെറിയ പേച്ച് വന്നാലും പെട്ടെന്ന് തീർക്കും. ഇനി മഹാരാഷ്ട്ര ചെല്ലുമ്പോൾ കാണാം അതിൻ്റെ കോലം. പൊളിഞ്ഞ മാതിരി തന്നെ. അത് നന്നാക്കാനൊന്നും ആരും കിട്ടൂല. ടോള് കൊടുത്തുകൊണ്ട് നമ്മളങ്ങനെ പൊട്ടന്മാരായിട്ട് പോവാം. ഇജാതി ഓരോ മെഷീനറിയാണ് കേട്ടോ റോഡോടെ പോവാം. റോഡ് നിറച്ച് പോലെ തന്നെ ഉണ്ടാവും. പിന്നെ റോഡിൽ നിറച്ച് ട്രാക്ടർ. ഇതൊക്കെ ട്രാക്ടറുകളാണ്. ഇതുപോലെ ഉണ്ടാവും ഹൈവേയിൽ ലോറിക്കാട് പറയും അടുത്ത വശം ചേർന്ന് പോകണം. അടുത്ത വശമുള്ള ട്രാക്ടറും ഓട്ടോറിക്ഷയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ചായയും കടിയും ആന്ധ്രയിൽ നിന്ന് കുടിച്ചു. പിന്നെ ഉച്ചക്കത്തത് ഞങ്ങൾ തെലുങ്കാനയിൽ നിന്ന് കഴിക്കണം എന്ന് കരുതുന്നുണ്ട്. നമ്മളെന്താ കഴിക്കുക? ഹൈദരാബാദ് ദം ബിരിയാണി കഴിക്കല്ലേ? ഹൈദരാബാദ് ബിരിയാണി കഴിക്കാം. ആ അതെ, കുറച്ചുകൂടെ ഓടി പോകാണ്ട്. എന്തായാലും കുഴപ്പമില്ല. എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വേണം കഴിക്കാം. നമ്മൾ ഇന്ത്യക്കാരനല്ലേ. ആസാൻ എന്തെങ്കിലുമൊക്കെ പറയേ. ആസാൻ എന്താ പറയാ? ആസാനെ പറയാനുള്ളതാണ് എല്ലാരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങള് മോശങ്ങളും നല്ലതും ഒക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വേറെ ഇപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളിപ്പോ ഹൈദരാബാദ് എത്താനായി. ഇത് നാളെ രാവിലെ 6 മണിയാകുമ്പോൾ നമുക്ക് നാഗ്പൂർ എത്തണം. ഈ നോവൻട്രിയിൽ പെടും. നോവൻട്രിയിൽ പെട്ടാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇറക്കൽ നടക്കുള്ളൂ. രാവിലെ നമുക്ക് അവിടെ എത്തണം. FP ബോർഡിലെത്തണം. അപ്പൊ രാവിലെ 6 മണിയാകുമ്പോൾ നമുക്ക് നാഗ്പൂർ പാസ്സാവണം. ഇനി നമുക്ക് ഏകദേശം 600 കിലോമീറ്റർ കൂടി ബാക്കിയിരിക്കും. 600 ആവൂല, 600 കിലോമീറ്റർ കൂടി നമുക്ക് ഓടാണ്ട്. നമ്മളെ സംബന്ധിച്ച് 600 കിലോമീറ്റർ നമുക്കൊരു വിഷയമുള്ള കേസല്ല. വണ്ടിക്കും നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു 10-12 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് 600 കിലോമീറ്റർ പാസ്സാവാം. നല്ല റോഡാണ്. 50 കിലോമീറ്റർ എന്തായാലും ഒരു മണിക്കൂറിൽ പാസ്സാവും.
വേറെന്താ, വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിക്കും. പിന്നെ ഞങ്ങൾ പൊട്ടത്തരങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരും മെസ്സേജിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതാണ് കാര്യമായിട്ട് വേണ്ടത്. നമ്മളുടെ പോരായ്മകൾ നിങ്ങൾ പറഞ്ഞുതരാം, അപ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്താണ് ഇവിടെ. ഞങ്ങളെ കണക്കിൽ ഞങ്ങൾ വലിയ കുറ്റകുറമാനായിക്കാരം. പക്ഷേ ഗ്യാസ് പറഞ്ഞ പോലെ വണ്ടി ഫീൽഡിൽ നമ്മളെ കുറെ പരിചയമുണ്ട്, പക്ഷെ യൂട്യൂബ് ഫീൽഡിൽ നമുക്ക് പരിചയമില്ല. 1.5 മാസത്തെ പരിചയമുള്ളൂ. അപ്പോൾ റിയാസ് ഭായി ആണ് നമ്മളെ പൈലറ്റ് സീറ്റിലുള്ളത്. നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരുന്നതാണ്. ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചക്ക് രാവിലെ ഒന്നുമില്ല കേട്ടോ, നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ കഴിക്കും, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഭക്ഷണ സമയമാണ്, നമ്മൾക്ക് ഭക്ഷണം കിട്ടാൻ ഇനിയും കുറച്ചും കൂടി 1.5 മണിക്കൂർ ഓടണം. ഞങ്ങളെ ബിരിയാണി കിട്ടണമെങ്കിൽ ഹൈദരാബാദ് ബിരിയാണി കഴിക്കണം. ഹൈദരാബാദ് ബിരിയാണി ഞങ്ങൾ കഴിക്കും. ചിക്കൻ ബിരിയാണി 130 രൂപ സിംഗിൾ ബിരിയാണി. മട്ടൻ ബിരിയാണി ഒക്കെ നമുക്ക് മട്ടൻ 300 രൂപ. നമുക്ക് ചിക്കൻ ബിരിയാണി മതി. അതിന് 260 രൂപ ചിക്കൻ ബിരിയാണി കാണും. 100 ആണല്ലേ. പിന്നെന്താ വെച്ചാല് എല്ലാം ചോറ് അടിപൊളിയാണ്. ചിക്കനായാലും മട്ടനായാലും പറയുമ്പോൾ തൊള്ളിയിൽ വെള്ളം. അത് വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. അതൊക്കെ കരുതി കൊടുക്കുന്നു. എത്രയും പട്ടിണി കടന്നോളും. അങ്ങനത്തെ ഒരു ചേലാണ്. നമ്മളിപ്പോൾ ജഡ്ജർല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. ഹൈദരാബാദ് എത്തുന്നതിൻ്റെ ഒരു 60 കിലോമീറ്റർ മുമ്പ് ജഡ്ജർല എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. പാർസൽ വാങ്ങിയിട്ട് നമുക്ക് ഇന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് നിർത്താമെന്ന് കരുതി, കഴിക്കാമെന്ന് കരുതി. അജ്മീർ ഹോട്ടലിൻ്റെ പേര് അജ്മീർ ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് അപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. പാർസൽ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അജ്മീരി ദർബാർ, ഇത് നമ്മൾ വാങ്ങുന്നത് അജ്മീരി ഹോട്ടൽ. ഒരുപാട് ഹോട്ടലുകളുണ്ട് ഇവിടെ. നമുക്കൊരു ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട് ഞാൻ ഹൈദരാബാദൊക്കെ ഇവിടെ നിന്ന്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഒഴിഞ്ഞ എവിടെയാണ് പോയിട്ട് ഇരുന്ന് കഴിക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര തുടരണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ഷെയർ ഒക്കെ ഉണ്ടാവണം കേട്ടോ. അതിലൊക്കെയാണ് നമ്മളെ പ്രചോദനം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട് തിരുത്താനും ഒക്കെ നമുക്ക് നിങ്ങളെ കമൻറ്റിലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹൈദരാബാദ് ബിരിയാണി. നമ്മൾ പറഞ്ഞ ബിരിയാണിയാണ് ഹൈദരാബാദ് ബിരിയാണി. ഞങ്ങൾ പാർസൽ വാങ്ങിക്കാണ്ട് ഇങ്ങോട്ട് വണ്ടിയിലിരുന്ന് കഴിക്കട്ടെ. നമ്മൾ നല്ലൊരു സ്ഥലം കിട്ടി, അപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തിക്കാണ്ട് കഴിക്കാനുള്ള പുറപ്പാടാണ്. അത് കഴിച്ചാൽ നമ്മൾ നീങ്ങും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. രാസഭായി കഴിക്കൽ തുടങ്ങിയേക്കണ്.